കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്നത് കടുത്ത അവഗണന. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജാതി മത വ്യക്തി വർഗ ഭേദമന്യേ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരേപോലെ കാണുകയും അവർക്കും രാജ്യത്തിന്റെ ഉന്നമനത്തിനും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ ചുക്കാൻ പിടിക്കേണ്ടതുമാണ്. ഇല്ലാതെ സ്വന്തം പാർട്ടിക്കാരോടും പ്രത്യേക മതവിഭാഗത്തിനോടും മാത്രം അനുകമ്പയും ദയയും കാണിക്കുന്നത് ഒരു മികച്ച ഭരണാധികാരിക്ക് ഒരിക്കലും ഭൂഷണമല്ല. അല്ലെങ്കിലും അദ്ദേഹം ചെയ്യുന്നതും നൽകുന്നതും ഒന്നും സ്വന്തം വീടും കിടപ്പാടവും വിറ്റ് തരുന്നതുമല്ല. മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമം ഭംഗിയായി ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് യോഗ്യതയാണ് ആ സ്ഥാനത്തിരിക്കാൻ? ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും ഒരു വർഷത്തിനിടെ രണ്ടാം തവണ ദുരന്ത പ്രതിരോധ സഹായം അനുവദിച്ച കേന്ദ്ര BJP സർക്കാർ ഇത്തവണയും കേരളത്തെ ക്രൂരമായി അവഗണിച്ചു. പ്രകൃതിക്ഷോഭ കെടുതികൾ പരിഗണിച്ച് 1554.99 കോടി രൂപയുടെ പ്രത്യേക സഹായം അനുവദിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിലും കേരളമില്ല. ധനസഹായം ഒഡീഷ, ത്രിപുര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, നാഗാലാൻഡ് സംസ്ഥാനങ്ങൾക്കായി വീതിച്ചു നൽകി. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടേതാണ് തീരുമാനം. ഇതിൽ തെലങ്കാന ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും NDA ഭരണ സംസ്ഥാനങ്ങളുമാണ്. ഒക്ടോബറിൽ ആന്ധ്രാപ്രദേശിന് 1036 കോടിയും തെലങ്കാനയ്ക്ക് 416.8 കോടിയും സഹായം അനുവദിച്ചിരുന്നു. എന്നാൽ 400ഓളം പേർ കൊല്ലപ്പെടുകയും വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്ത വയനാട് ദുരന്തമുണ്ടായിട്ടും കേരളത്തിന് പ്രത്യേക സഹായം അനുവദിക്കാൻ മോദി സർക്കാർ തയ്യാറല്ല. ദേശീയ പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് അന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സഹായം അനുവദിച്ചത്. ആന്ധ്രാപ്രദേശിന് 608.08 കോടിയും നാഗാലാൻഡിന് 170.99 കോടിയും ഒഡീഷയ്ക്ക് 255.24 കോടിയും ത്രിപുരയ്ക്ക് 288.93 കോടിയും അനുവദിച്ചു. BJP മുഖ്യ പ്രതിപക്ഷമായി വളരാൻ ശ്രമിക്കുന്ന തെലങ്കാനയ്ക്കും അനുവദിച്ചു. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി 2219 കോടിയുടെ പ്രത്യേക ധനസഹായം ആഗസ്റ്റിൽ കേരളം കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി സമഗ്രമായ നിവേദനം നൽകി. മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കണ്ട് ധനസഹായം വേഗം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ സംസ്ഥാന MP മാർ ഒന്നിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് നിവേദനം നൽകി. എന്നാൽ കേരളത്തെ കുറ്റപ്പെടുത്തുന്ന നുണ പ്രസ്താവനയാണ് ആഭ്യന്തരമന്ത്രിയിൽ നിന്നുണ്ടായത്. വയനാട് ദുരന്തബാധിതർക്കായി 2 ടൗൺഷിപ്പ് ഉൾപ്പെടെ നിർമ്മിക്കാനുള്ള നടപടികളിലേക്ക് കേരളം നീങ്ങുമ്പോഴാണ് കേന്ദ്രത്തിന്റെ തുടർച്ചയായ അവഗണന. അതിനിടെ വയനാട് പുനരധിവാസത്തിന് ഫെബ്രുവരിയിൽ 529 കോടി രൂപ അനുവദിച്ച കേന്ദ്രം മാർച്ച് 31 മുൻപ് ചെലവഴിക്കണമെന്ന വിചിത്ര വ്യവസ്ഥയും വെച്ചു. അല്ല, ഇതെന്താ മോദി സർക്കാരെ, നാട്ടിൻ പുറത്തൊക്കെ ചോദിക്കുന്ന പോലെ കേരളം രണ്ടാം ഭാര്യയിൽ ജനിച്ചതൊന്നുമല്ലല്ലോ. ഇവിടെ ജീവിക്കുന്നതും മനുഷ്യരാണ്. കേരളത്തെ പിടിച്ചുകുലുക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കാണാൻ എന്തേ മോദിക്ക് കണ്ണില്ലേ? ഒരു ചാലു വഴിമാറി ഒഴുകി എന്ന ലാഘവത്തോടെ തഴഞ്ഞു കളയുന്നത് ഒരു നാടിനെ തന്നെ തുടച്ചുമാറ്റിയ അതിഭീകര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച ഒരു നാടിന്റെ സാമ്പത്തിക സാമൂഹിക കെട്ടുറപ്പ് തകർത്ത ഉരുൾപൊട്ടലിനെയാണ്. പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് തരാനല്ല പറഞ്ഞത്. BJPയുടെ അന്ധമത തീവ്രവാദം വളരാൻ കേരളത്തിന്റെ മണ്ണ് കിട്ടാത്തതിന്റെ കലി തീർക്കേണ്ടത് ഇങ്ങനെയുമല്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആവർത്തിച്ച അതേ അവഗണന ഇതിലും കാണിച്ചാൽ കേരളം BJPയെ പാടെ മറന്ന് തള്ളുകയേ ഉള്ളൂ. കാരണം ഇവിടത്തെ ജനങ്ങൾ ബുദ്ധിയും ബോധവും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ്. ഒരു ഭരണാധികാരിക്ക് തന്റെ പ്രജകളോട് 2 നീതിയാണെങ്കിൽ മോദി സർക്കാരെ, നിങ്ങളെ ഒരു കഴിവുകെട്ട നീതികെട്ട ഭരണാധികാരിയായി ചരിത്രം എഴുതും.